ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ഏറ്റവും ഒടുവിൽ സാന്റോസിന് വേണ്ടി കളിച്ച മത്സരത്തിനിടെ പരിക്കിന്റെ ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. നെയ്മറുടെ പരിക്ക് ഗുരുതരമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് സാന്റോസുമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ലുക്കാസ് ബറോസ്. അദ്ദേഹമാണ് ഇതിലെ പുതിയ വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. നെയ്മറുടെ പരിക്ക് ഗുരുതരമല്ല, സാന്റോസോ CBFO അതൊരു വലിയ പ്രശ്നമായിക്കൊണ്ട് ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് ലുക്കാസ് ബറോസ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് പാർട്ടികളും അഥവാ സാന്റോസും CBFും ഇപ്പോൾ നിരന്തരം നെയ്മർ ജൂനിയറെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീക്കമാണ് ഇപ്പോൾ നെയ്മർക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. 2 മില്ലിമീറ്റർ സൈസിലുള്ള ഒരു വീക്കമാണ് കാഫിൽ ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. CBFിന്റെ ഒരു പ്രയോറിറ്റി എന്തെന്നാൽ അടുത്ത സൗഹൃദ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയറെ കളിപ്പിക്കേണ്ടതില്ല. വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസോട് കൂടി തിരിച്ചെത്തുക എന്നുള്ളതാണ്. പക്ഷെ സാന്റോസ് അങ്ങനെയൊന്നും കരുതുന്നില്ല. അതായത് സാന്റോസും ഡിപ്പോർട്ടിവ ക്യുവൻക എന്ന ടീമും തമ്മിൽ ഒരു മത്സരമുണ്ട്. വരുന്ന 27-ാം തീയതിയാണ് ആ മത്സരം. ആ മത്സരത്തിൽ ഒരുപക്ഷെ നെയ്മർ ജൂനിയറെ സാന്റോസ് ഉപയോഗപ്പെടുത്തിയേക്കാം എന്നാണ് ലുക്കാസ് ബറോസ് പറയുന്നത്. അതായത് സാന്റോസ് കരുതുന്നത് നെയ്മറുടെ പരിക്ക് ഒരു പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഉടൻ തന്നെ കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ CBF പ്രയോറിറ്റി നൽകുന്നത് ഉടനെ നെയ്മറെ കളിപ്പിക്കേണ്ടതില്ല, കുറച്ച് വിശ്രമമൊക്കെ നൽകി പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാനുള്ള ഒരു സമയം നെയ്മർക്ക് നൽകാം എന്നുള്ളതാണ്. അതിനർത്ഥം നെയ്മർക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മത്സരങ്ങൾ കളിക്കാൻ റെഡിയാണ്. പക്ഷെ CBF നെയ്മറുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. വരുന്ന സൗഹൃദ മത്സരങ്ങളിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ സാന്റോസ് അങ്ങനെയല്ല കരുതുന്നത്. ഇപ്പോഴും നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര പ്രശ്നമൊന്നുമല്ല എന്നാണ് സാന്റോസ് ഇപ്പോൾ കരുതുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.